ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചിന്നൂസ് ഡയറി വ്ലോഗ്. അപ്പം നമുക്ക് ഒരു ഇത് ഈ ഒരു വെസൽ പോലത്തെ നമുക്കൊരു വേറെ അടിപൊളിയായിട്ട് ഉണ്ടാക്കിയാലോ. ഈ ഒരു ഇത് ഞാൻ വീഡിയോ കാണിക്കാൻ മറന്നുപോയതാണ്. ഞാൻ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കി, അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് അതുപോലെ വേറെ ഒന്നും ഉണ്ടാക്കി കാണിക്കാമെന്ന്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയാലോ. ഞാൻ മറ്റേതിന് സാധാ നമ്മൾ ഡ്രൈ ക്ലേ ആണ് യൂസ് ചെയ്തത്, പക്ഷേ ഇതിന് ഞാൻ എംസിയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ക്ലേ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഈ എംസിയിലെടുത്ത് നമ്മൾ ഇങ്ങനെ രണ്ടും മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് ഇപ്പം തന്നെ ഉണങ്ങി പോകുന്നില്ല, കുറച്ച് സമയം എടുക്കും. അതുകൊണ്ട് നമ്മൾ വെല്ലെ ചെയ്താൽ മതി. ഇതാ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഷേപ്പ് ഒന്ന് ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് റൗണ്ടാണെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോൺ എടുത്ത് വെച്ച് ഷേപ്പ് ഉണ്ടാക്കാൻ നോക്കിയത്. പിന്നെ ആ ഒരു ലൈനൊക്കെ ഇട്ടിട്ട് പിന്നെ നോക്കുമ്പോഴാണ് എനിക്ക് ആ ഒരു ഷേപ്പ് വേറെ എന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു ഹേർട്ടായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഹേർട്ട് ഷേപ്പ് എടുത്തത്. നമ്മളുടെ ഈ ഒരു പീസ് ഇങ്ങനെ നന്നായിട്ടൊന്ന് റോൾ ചെയ്യുക. എന്നിട്ട് നമുക്ക് ഈ ഒരു ഇതിൽ പാകമാവുന്നുണ്ട് നമ്മൾ നോക്കണം കേട്ടോ. ഇതപ്പം നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഇത് റോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ്, കുറച്ച് ഏറിയായിരുന്നു അത്. അപ്പം ഞാനത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് ഞാൻ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ഹേർട്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്താ അതൊരു A4 ഷീറ്റിലേക്ക് വെക്കുന്നുണ്ട്. നമുക്ക് ഇതൊന്ന് ഉണക്കാൻ വയ്ക്കാം. നമുക്ക് അതിൻ്റെ കളർ സെറ്റിംഗ് നോക്കാം. ഞാൻ ഇത് പെയിൻറ്റ് വാങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നൊരു ഷെയ്ഡ്, എന്താ പറയുക, നമ്മൾ ഷെയ്ഡ് മിക്സിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ ഞാൻ പിങ്കാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ പിങ്ക്, റെഡും വൈറ്റും മിക്സ് ചെയ്താണ് നമുക്ക് പിങ്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം. ഇപ്പം ഞാനിതാ റെഡും വൈറ്റും എടുക്കുന്നുണ്ട്.
നമ്മളുടെ ഹേർട്ട് ഷേപ്പ് ഇതാ ഉണങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിന് ആ പിങ്ക് കളർ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇതിലേതാണ് ഇഷ്ടപ്പെട്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത് സ്റ്റാർ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.